വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ കുട്ടികളെ പറഞ്ഞു വിട്ട ശേഷം ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ശിവനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്, അവൻ എവിടെയോ പോയി കിടക്കുകയല്ലേ, ഇങ്ങനെ കുടുംബത്തെ നോക്കാതെ ഇങ്ങനെ അച്ഛനെയും അമ്മയും വിഷമിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ വല്ലതും കഴിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കൊന്നും ഇറങ്ങില്ല സത്യാമ്മേ, ഞാൻ വെറുതെ നിന്ന് അഭിനയിക്കുക തന്നെയാണ്, വിഷ്ണു ഇനി നമ്മോടൊപ്പം ഈ ഭൂമിയിൽ ഇല്ലാന്ന് എങ്ങനെയാണ് സത്യാമ്മയോട് പറയുക എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ചിന്തിച്ചങ്ങ് പോകും. അന്നേരം ശാരദാമ്മ എവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നു ഇങ്ങനെ സത്യഭാമ ഒന്നുകൂടി തട്ടി വിളിക്കുമ്പോൾ ശാരദാമ്മ അത് കേൾക്കുന്നുണ്ട്. അന്നേരം എനിക്ക് നല്ല വിശപ്പുണ്ട്, വന്നേ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ വരുന്നത് പ്രകാശനാണ് വരുന്നത്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, സത്യാമ്മ ആരാണെന്ന് നോക്ക്, ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് പ്രകാശൻ വരുമ്പോൾ ആരാ എന്താന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പ്രകാശൻ, എനിക്ക് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ല കളക്ടർ ഒന്ന് കാണണമെന്ന് പറയുകയാണ്. അന്നേരം അവൾ ഇവിടെ ഇല്ല, രാവിലെ എവിടെയോ പോയതാണ്, ഇപ്പോൾ വരാറായിട്ടുണ്ട്, കളക്ടറേറ്റിൽ പോകാനുള്ള സമയമായല്ലോ, മോൻ ഇരിക്കുമെന്ന് പറയുകയാണ്, ചായ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വേണ്ട, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ശാലിനി ആണെങ്കിൽ ഓട്ടോയിൽ വരുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് തളർന്നാണ് വരുന്നത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ചിതാഭസ്മമാണെങ്കിൽ കവറിലിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ശാലിനി. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ഓട്ടോയിൽ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം എന്തേ ശാലിനി വന്നല്ലോ എന്ന് ഇങ്ങനെ ഭാമ പറയുമ്പോൾ പ്രകാശനാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം നീ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ അത് ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആകെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്, നീ പോയിട്ട് പിന്നെ വാ, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ശാലിനി കയറാൻ തുടങ്ങുമ്പോൾ പ്രകാശം പറയുന്നത്, ചേച്ചി ഒരു അർജൻറ്റായിട്ടുള്ള കാര്യമാണ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ നീ എന്താ കാര്യമെന്ന് ഇങ്ങനെ ശാലിനി മനസ്സോടെ ചോദിക്കുകയാണ്. അന്നേരം പറയുകയാണ്, ഞാനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ, ചന്ദ്ര ഫോട്ടോയും ചേച്ചിക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു, അവളുടെ വീട്ടിൽ വേറെ വിവാഹം ആലോചിക്കുകയാണ്, അവൾ എന്നെ വിവാഹം കഴിക്കും എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുകയാണ്, പിന്നെ അല്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവളെ കൂട്ടണമെന്ന് നിനക്ക് ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രകാശനൊന്നും മിണ്ടുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ പൈസ മുടക്കിയതെല്ലാം നിനക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ മനസ്സിലിപ്പോൾ പഠിത്തം മാത്രം മതി, അതിലൂടെ നിനക്ക് ഉയരങ്ങളിലേക്ക് ഇനിയും പോകാനുണ്ട് കുറേ ദൂരം, അങ്ങനെ നിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ നോക്ക്, അല്ല അതിനിടയ്ക്ക് പ്രേമവും കല്യാണവും എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ എങ്ങും എത്താനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഇനി ഈ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചേച്ചി ഇങ്ങനെ പ്രകാശം വിളിക്കുമ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, പഠിത്തത്തിൻ്റെ കാര്യം മതി, വേറൊന്നും വേണ്ട, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അവസാനം 2-3 വട്ടം ചോദിക്കുമ്പോൾ ശരി എന്നിങ്ങനെ പ്രകാശം തലകുലുക്കുകയാണ്. എന്നാൽ പോകാൻ നോക്ക്, വേറെ വല്ല പഠിത്തത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ശാലിനി നിർബന്ധമായിട്ട് പറയുമ്പോൾ പ്രകാശൻ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ സങ്കടത്തോടെ കണ്ണൊക്കെ നിറഞ്ഞാണ് പ്രകാശം അവിടെ നിന്ന് പോകുന്നത്. ഇനി എന്ത് ചെയ്യുന്നുള്ള രീതിക്കാണ് പോകുന്നതൊക്കെ. അന്നേരം ഇതൊക്കെ സത്യഭാമ ഉമ്മറത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം അത് എന്താ മോളെ ആരാ വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് ശാലിനി അകത്തേക്ക് തിരിയുകയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി തിരിഞ്ഞൊന്നങ്ങ് കരയുകയാണ്. എന്നിട്ട് അതിങ്ങനെ ആ ചിതാഭസ്മത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരം ഇത്ര രാവിലെ നീ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ശാലിനിക്ക് ആദ്യം വാക്കുകളൊന്നും വരുന്നില്ല, കരഞ്ഞുകൊണ്ട് എന്നാലും പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയതാണെന്ന് പറയുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ കയ്യിരിക്കുന്ന ആ ഒരു ചിതാഭസ്മത്തിലേക്ക് ഇങ്ങനെ കണ്ണുനീരണിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അവർ ചില സംശയങ്ങൾ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്, ഇല്ല എന്ന് പറഞ്ഞിട്ട്. അന്നേരം മോള് വിഷമിക്കേണ്ട, നമുക്ക് കാത്തിരിക്കാം, അവൻ കറങ്ങി തിരിഞ്ഞ് വരുവന്നേ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആ ചിതാഭസ്മം നോക്കി അങ്ങ് കരയുകയാണ്. പക്ഷെ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഭാമ അത് കാണുന്നില്ല. എന്നിട്ട് ശാലിനി ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തോടെ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഇവൾക്കിതാ എന്താ പറ്റിയത്, ആകെ വിഷമിച്ചാണല്ലോ വന്നിരിക്കുന്നതെന്ന് ഭാമ അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ആ ചിതാഭസ്മവുമായിട്ട് റൂമിലേക്ക് പോകുന്ന ശാലിനിയാണെങ്കിൽ അവിടേക്ക് ചെന്നിട്ട് ആ കവറിൽ നിന്നും അതിങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയാണെങ്കിൽ അങ്ങ് പൊട്ടി കരയുകയാണ് അതുകൊണ്ട്. എന്നിട്ട് അത് ആ വിഷ്ണുവിൻ്റെ ഫോട്ടോയുടെ മുമ്പിലേക്ക് വെച്ചിട്ട് തറയിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ വിഷ്ണുവേട്ടാന്നും പറഞ്ഞങ്ങ് ആകെ കരച്ചിലും ബഹളവും ഒക്കെയാണ്. എന്നിട്ട് എന്നെ ചതിച്ചിട്ട് പോയില്ലേ, പിന്നെ സന്തോഷമായിരിക്കണമെന്നല്ലേ, എവിടെയായിരുന്നാലും ഞാൻ കൂടെ വരില്ലായിരുന്നോ, വിഷമം ഉണ്ടാകില്ല എന്നൊന്നും പറയണില്ല, പക്ഷെ അവസാനം ഞാനും കൂടി ഉണ്ടാകില്ലായിരുന്നോ, അത്രത്തോളം എനിക്ക് നിൽക്കാനായിട്ട് കഴിയുമായിരുന്നല്ലോ എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് നെഞ്ചത്തടിച്ച് അങ്ങ് കരച്ചിലും ബഹളവും ഒക്കെയാണ്. അത് ഒരു അഭിനയം കാണേണ്ട തന്നെയാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ സങ്കടം വരുന്ന ഒരു സീൻ തന്നെയാണ്. അങ്ങനെ ശാലിനി ഇരുന്ന് അങ്ങ് കരയുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ റൂമിലേക്ക് വരുമ്പോൾ ശാലിനി ഇങ്ങനെ കരയുന്നതാണ് കാണുന്നത്. അങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ എന്താ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. അന്നേരം അമ്മ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ എന്നിങ്ങനെ പറയുമ്പോഴാണ് ആ ഫോട്ടോയുടെ മുന്നിലിരിക്കുന്ന ആ ഒരു ചിതാഭസ്മമാണെങ്കിൽ ശാരദാമ്മ ശ്രദ്ധിക്കുന്നത്. ശാരദാമ്മ അങ്ങ് ഷോക്കാവുന്നുണ്ട്.
എന്നിട്ട് പിന്നെ ശാരദാമ്മ അതിങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ ശാലിനി അങ്ങ് ആ കരച്ചിലും ബഹളം. എന്നിട്ട് അത് പതിയെ വെച്ചിട്ട് ആ തറയിലേക്ക് ശാലിനിയുടെ കൂടെ അങ്ങോട്ട് ശാരദാമ്മ ഇരിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, വിഷ്ണുവേട്ടൻ എന്നെ വിട്ട് പോയി അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കാലൊക്കെ പിടിച്ച് ശാലിനി അങ്ങ് കരയുകയാണ്. എന്നിട്ട് ആ രേഷ്മയ്ക്കാണെങ്കിൽ എല്ലാം അറിയാമായിരുന്നു, അവൾ എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. നമ്മളെ പിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വിഷ്ണുവേട്ടൻ എല്ലാം മറച്ചു വെച്ചത് പോയത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മോളെ പിന്നെ സമാധാനിക്കുക, ഇപ്പോൾ ഇത് നീ എല്ലാവരെയും കൂടി അറിയിക്കല്ലേ എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് സങ്കടം അടക്കാനായിട്ട് കഴിയുന്നില്ല അമ്മേന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കരയുകയാണ്. കാണുന്നവർക്കും ആ ഒരു സീൻ സങ്കടം തോന്നുന്നത് തന്നെയാണ്. ശാലിനിയും പിള്ളേർ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഒളിപ്പിച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അതെ, അപ്പോൾ നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നീ സങ്കടപ്പെടുമ്പോൾ അവൻ സങ്കടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടണ്ടേ? അപ്പോൾ നീ സന്തോഷമായിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് അടക്കി വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരി തന്നെയാണ്. നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊക്കെ സങ്കടം തീർക്കാം. പക്ഷേ ആത്മാവിന് അങ്ങനെയൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇതൊരു നിലയില്ലാ കടൽ തന്നെയാണ്. ഈ കടലിൽ നിന്ന് എൻ്റെ മോള് നീന്തി കയറുക തന്നെ വേണം, അല്ലാതെ വേറൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ശാലിനി ആശ്വസിപ്പിക്കാനായിട്ട് ശാരദാമ്മ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും ശാലിനിയുടെ ആ ഒരു സങ്കടം അടക്കി പിടിക്കാനായിട്ട് കഴിയുന്നില്ല. വാവിട്ട് കരയുകയാണ് ശാലിനി അങ്ങോട്ട്. ഈ സമയത്താണെങ്കിൽ അവിടെ രാമേട്ടൻ വണ്ടിയുമായിട്ട് വരുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, ആ വണ്ടി വന്നല്ലോ എന്നും പറഞ്ഞ് ശാലിനിയെന്നും പറഞ്ഞ് താഴെ നിന്ന് വിളിക്കുകയാണ്. അന്നേരം ശാരദാമ്മ അവിടെ പറയുന്നുണ്ട്, രേഷ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കണം. ഈ രാഘവേട്ടൻ്റെ അവസ്ഥയും എല്ലാം ഒക്കെ നിനക്ക് അറിയാമല്ലോ. ഇനി ഒരു മരണം കൂടി വീട് താങ്ങില്ല മോളെ, അതുകൊണ്ട് അടക്കി പിടിക്കണമെന്ന് പറയുമ്പോഴും എനിക്ക് കഴിയുന്നില്ല അമ്മേ എന്നും പറഞ്ഞ് ശാലിനി ഏങ്ങലടിച്ച് കരയുകയാണ്. അന്നേരമാണ് സത്യഭാമ താഴെ നിന്ന് ശാലിനി എന്ന് വിളിക്കുമ്പോൾ മിണ്ടല്ലേ മോളെ എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് വാ പൊത്തി അങ്ങ് ശബ്ദം വെളിയിൽ വരാത്ത രീതിയിൽ കരയുകയാണ്. എന്നിട്ട് എഴുന്നേൽക്ക്, നീ അങ്ങോട്ട് എഴുന്നേൽക്ക്, നിന്നെ ഈ അവസ്ഥയിൽ കണ്ട ശരിയാവില്ല, ഞാൻ എന്തെങ്കിലും പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ശാലിനിയെ ശാരദാമ്മ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങ് തളർന്ന് കട്ടിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ പോയി പറയും, ഞാനിന്ന് എങ്ങോട്ടത്തേക്കും പോകുന്നില്ല, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, എന്നെ കാണണ്ട, അമ്മ പോയി എന്തെങ്കിലും പറയുമെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സമയത്തിനുള്ളിൽ സത്യഭാമ മുകളിലേക്ക് വന്ന് വാതിലിൽ അങ്ങോട്ട് തട്ടുകയാണ്, ശാലിനി എന്നും പറഞ്ഞ്. അന്നേരം ശാരദാമ്മ അതിനോടൊക്കെ വാതിലടച്ച് കുറ്റിയിട്ടിരുന്നു. അന്നേരം കുറേയൊക്കെ വിളിക്കുമ്പോഴും തുറക്കുന്നില്ല. അന്നേരം ശാലിനി വാ പൊത്തി അങ്ങ് കരയുകയാണ്. സങ്കടം ഉള്ളിലേക്ക് ശബ്ദം വെളിവരാതെ അങ്ങ് കരയുകയാണ്. അവസാനം ശാരദാമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറയോളാം, നിന്നെ ഇപ്പോൾ കാണണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഒരുവിധം ശാലിനി എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് വാഷ്റൂമിലോട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് അകത്ത് പോയി അവിടെ പിന്നെ കതവങ്ങ് അടച്ചിട്ട് ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. എന്നിട്ട് പൈപ്പിലെ വെള്ളം തുറന്നു വിടുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ കണ്ണീരൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ വാതിൽ വന്ന് തുറക്കുകയാണ്. അന്നേരം എത്ര നേരമായിട്ട് വിളിക്കുന്നു, വണ്ടി വന്നു, ശാലിനി എവിടെയും ചോദിക്കുകയാണ്. അന്നേരം അവൾക്ക് തീരെ സുഖമില്ല, ഞാൻ കിടക്കാനായിട്ട് പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമെന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ അത് വേണ്ട, കുറച്ച് കിടന്നാൽ അങ്ങോട്ട് മാറുമെന്ന് പറയുകയാണ്. നമുക്ക് പോവാം സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ കിടക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം എങ്കിലും ഞാൻ കുറച്ച് ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഭാമ അങ്ങ് താഴേക്ക് പോകുന്നുണ്ട്. ശാരദാമ്മ വീണ്ടും വാതിൽ അടച്ചങ്ങ് കുറ്റിയിടുകയാണ്. അന്നേരം വാതിൽ തുറക്കുന്നതിന് മുന്നേ ശാരദാമ്മയാണെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ചിതാഭസ്മം എടുത്ത് കവറിലേക്ക് വെച്ച് ആ ഒരു മേശയുടെ ഡ്രയറിലേക്ക് വെച്ചിട്ടാണ് കഥമൊക്കെ തുറക്കുന്നത്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ആ വാഷ്റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആകെ കുഴഞ്ഞ് തളർന്ന് ശാലിനിയാണെങ്കിൽ ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിൽക്കുമ്പോൾ ശാരദാമ്മ ഓടിച്ചെന്ന് പിടിച്ച് കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിപ്പോൾ പിന്നെ മനസ്സിൽ തന്നെ ഇരിക്കണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്നായാലും സത്യാമ്മയും പിന്നെ അച്ഛനും ഒക്കെ ഇതൊക്കെ അറിയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊരു സാഹചര്യം വരും, പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും താങ്ങാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഈശ്വരൻ ഇതിനൊരു വഴി നിനക്ക് കണ്ടെത്തുമെന്ന് പറയുമ്പോൾ ഒരു ഈശ്വരന്മാരിലും എനിക്കിപ്പോൾ വിശ്വാസമില്ല, കണ്ണീരൊപ്പാനായിട്ട് ഒരു ഈശ്വരന്മാരും വരില്ല, പിന്നെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആളാണെങ്കിൽ ഇപ്പോൾ വേറെ ഏതോ ലോകത്തിരുന്ന് ചിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് സാരിയുടെ തുമ്പോട്ട് മുഖം പൊത്തി കരയും, ശബ്ദം വെളിവരിക്കാതിരിക്കാൻ വേണ്ടി വായൊക്കെ പൊത്തി കരയുകയൊക്കെ ചെയ്യുകയാണ്. ശാരദാമ്മ എന്ത് പറഞ്ഞിട്ട് ശാലിനിക്ക് അങ്ങോട്ട് ആശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും പിന്നെ മോളെ നീ ഇങ്ങനെ കരയരുത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിന്നെ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി പിന്നെയൊക്കെ കുറേയൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയും കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇല്ല ഞാനിനി കരയില്ല, ഞാനൊന്ന് ജീവിച്ച് നോക്കട്ടെ, ഞാൻ എല്ലാം അടക്കി പിടിക്കും എന്നിങ്ങനെ പറയുമ്പോഴും ആ ഒരു സങ്കടം ഒരു ഏങ്ങലായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് ശാലിനിക്കാണെങ്കിൽ. എന്നിട്ട് അടക്കി പിടിച്ച് നിർത്തുകയാണ് ശാലിനി ആ ഒരു വിഷമമാണെങ്കിൽ. ഈ സമയത്ത് അവിടെ സത്യഭാമയാണെങ്കിൽ ചുക്കാപ്പിയായിട്ട് വരുമ്പോൾ പിന്നാലെ പൊന്നിയും വരുന്നുണ്ട്. ഇത് കുടിക്കുമ്പോൾ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സത്യഭാമ വരുന്നത്. അന്നേരം എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നോ എന്നും പറഞ്ഞ് പൊന്നിയും കൂടെ കയറി വരുന്നുണ്ട്. അന്നേരം അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട്
വാതിൽക്കൽ വന്നിട്ട് സത്യഭാമ വാതിൽ മുട്ടുകയാണ്. ശാരദാമ്മയെ ശാലിനി എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ദേ വന്നു. സത്യാമ്മ വന്നു. മോള് കരയല്ലേ, നിൻ്റെ മുഖം കണ്ടാൽ അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാൻ കരയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം ഉള്ളിൽ അടക്കി പിടിക്കുകയാണ്. ഒരു വിങ്ങലോടെ ആണെങ്കിൽ അടക്കി പിടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് ഏങ്ങലായിട്ട് അത് വെളിയിലേക്ക് വരുന്നുമുണ്ട്. അന്നേരം മോളെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തലോടിയൊക്കെ സമാധാനിപ്പിച്ചിട്ട് ശാരദാമ്മ പോയി വാതിൽ തുറക്കുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ ശാലിനി ഇവിടെയും ചോദിക്കുമ്പോൾ അത് അവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. തന്ന കാപ്പിയായിട്ട് ഭാമ അങ്ങോട്ട് ചെല്ലുമ്പോൾ ശാലിനി ഇങ്ങനെ തലകുനിച്ചിരുന്ന് അങ്ങോട്ട് കരയുകയാണ്. അന്നേരം മോള് ഇതങ്ങോട്ട് കുടിച്ചേ, ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറുമെന്ന് പറയുകയാണ്. എന്നിട്ട് അതങ്ങനെ ശാലിനിയുടെ പിന്നെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരവും ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണു വരാത്തതുകൊണ്ടുള്ള ആദ്യമല്ലേ, മോള് വിഷമിക്കേണ്ട, അവൻ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയോട് പറയുകയാണ്, ശാലിനിക്ക് പനി വന്നാൽ വിഷ്ണുവിന് പണിയാണെന്നേ, പനിക്കൂർക്കയും ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട് കാപ്പി ഉണ്ടാക്കുന്ന അവൻ തന്നെയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിയും കരയുന്നുണ്ട്. ഇതിപ്പോൾ മോൾ അങ്ങോട്ട് കുടിച്ച എല്ലാ ക്ഷീണവും മാറും, കുടിച്ചതിന് ശേഷം അറിയാം അവനാണോ കൈപ്പുണ്യം എനിക്കാണോ കൈപ്പുണ്യം, മോള് സമാധാനിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് പൊന്നിയോട് പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ ശാലിനി, മനോധൈര്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാം കേട്ട് വീണ്ടും അങ്ങ് സങ്കടം പൊട്ടി സത്യാമ്മയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സത്യാമ്മയുടെ നെഞ്ചിലേക്ക് അങ്ങ് ശാലിനി അങ്ങോട്ട് വീഴുകയാണ്. എന്നിട്ട് കുട്ടി കരയുന്നുണ്ട്. അന്നേരം മോൾ എന്തിനാ വിഷമിക്കുന്നത്, കരയണ്ട, കരയാതിരിക്കുക, പിന്നെ വിഷ്ണു ഇങ്ങ് വരും, മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭാമ ആശ്വസിപ്പിക്കുമ്പോൾ ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. അതുകൊണ്ട് ശാരദാമ്മയ്ക്കൊന്നും പറയാനും കഴിയുന്നില്ല. പൊന്നിയും ഭാമയും ഒക്കെ ഇങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. അന്നേരമാണെങ്കിൽ മോള് കരയണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട്, ശാരദാമ്മയല്ലേ ആശ്വസിപ്പിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ശാലിനി അങ്ങ് മാറുന്നുണ്ട്. എന്നിട്ടും അങ്ങ് കരയുകയാണ്. ആ കാപ്പിയാണെങ്കിൽ ശാരദാമ്മയും കയ്യിലേക്ക് വാങ്ങുന്നുണ്ട്. ഈ സമയത്ത് താഴെ നിന്നുകൊണ്ട് ഭാമയെന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങോട്ട് വിളിക്കുകയാണ്. അന്നേരം ദേ രാഘവേട്ടൻ വിളി തുടങ്ങി എന്നിങ്ങനെ പറയുകയാണ്. മോൾ ഇതങ്ങോട്ട് കുടിച്ചേന്നും പറഞ്ഞ് വീണ്ടും ഭാമ നിർബന്ധിക്കുന്നുണ്ട് അത് വാങ്ങിച്ചിട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ ശാലിനി അങ്ങ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തലതല്ലി കരയുന്നുണ്ട് ശാലിനിയാണെങ്കിൽ. പക്ഷേ വിഷ്ണു വരാത്തതുകൊണ്ടുള്ള വിഷമമാണെന്നാണ് ഭാമ അവിടെ ഉദ്ദേശിക്കുന്നതൊക്കെ. അന്നേരവും രാഘവൻ നായർ അവിടെ കിടന്ന് വിളിക്കുമ്പോൾ അതേ വരുന്നു എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, സത്യാമ്മ ചെല്ല്, ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശരി ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോള് വിഷമിക്കേണ്ട, സമാധാനമായിട്ടിരിക്കുക, അവൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ പൊന്നിയെന്ന് വിളിച്ചുകൊണ്ട് പൊന്നിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പൊന്നിയോട് പറയുന്നുണ്ട്, അവൾക്ക് അത്ര മനോധൈര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ, അവൾ വിഷ്ണു വരാത്തുള്ള ആദ്യമാണ്, എന്ത് ചെയ്യുക, അവനെ പറഞ്ഞിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം സത്യഭാമയാണെങ്കിൽ ആ കാപ്പിയോട് വെച്ചിട്ട് പെട്ടെന്ന് പോയി കഥ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, മോളെ വിഷമിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ശാലിനി ചോദിക്കുകയാണ്, ഇത്രയ്ക്ക് നിഷ്കളങ്കതയോടെ മകനെ കാത്തിരിക്കുന്ന അമ്മയോട് ഞാൻ എങ്ങനെ പറയും വിഷ്ണുവേട്ടൻ മരിച്ചു പോയി തിരിച്ചു വരില്ല എന്ന് എങ്ങനെ പറയും അമ്മയെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ശാരദാമ്മയെ ചുട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. ശാരദാമ്മയ്ക്കൊന്നും ഒരു വാക്കും പറയാനായിട്ട് സാധിക്കുന്നില്ല ശാലിനിയുടെ കരച്ചിൽ കണ്ടിട്ട്. ശരിക്കും സങ്കടം വരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. ആ വിഷ്ണു മരണത്തിലേക്ക് പോകുന്നതിനേക്കാളും സങ്കടം നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് ആ ഒരു ശാലിനിയുടെ കരച്ചിലും ആ ഒരു സങ്കടം അടക്കി പിടിക്കാൻ വയ്യാത്തതും ഒക്കെ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.